കൊല്ലത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയതിൽ ദുരൂഹത നീങ്ങുന്നു. അസ്ഥികൂടം പഠന ആവശ്യങ്ങൾക്ക് നൽകിയവയിൽ ഒന്നാണെന്നാണ് പ്രാഥമികമായ നിഗമനം. കൊല്ലം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അസ്ഥികൂടം എങ്ങനെ സ്യൂട്ട് കേസിലായി എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. രാവിലെ 8:30 കൊല്ലം SN കോളേജിന് സമീപത്തെ ശാരദാമഠം CSI ഇംഗ്ലീഷ് പള്ളി സെമിത്തേരിയോട് ചേർന്ന പറമ്പിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പള്ളി ജീവനക്കാർ കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിശോധിക്കുന്നതിനിടെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത്. പൈപ്പ് ലൈന് ഒന്ന് ശരിയാക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് കാണുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ അത് വെളിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിടാനായിരിക്കും സാധ്യത എന്ന് വിചാരിക്കുന്നു. ഈ സെമിത്തേരി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് അതിനകത്ത് തന്നെ ഇടാറുള്ളൂ, മാറ്റാറില്ല. അങ്ങനെ അവിടുന്ന് മാറ്റാറില്ല. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂടം പഠന ആവശ്യങ്ങൾക്ക് നൽകിയവയിൽ ഒന്നാണെന്ന് കണ്ടെത്തിയത്. അസ്ഥികളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പാടുകളുണ്ട്. അസ്ഥികൾ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിലാണ്. സംഭവത്തിൽ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും കമ്മീഷണർ. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇനി എവിടെ തന്നെ കൊണ്ടിട്ടതാണോ അതോ ഇനി വല്ല വീട് പൊളിച്ചപ്പോഴോ അല്ലെ പറമ്പിൽ തങ്ങനെ എടുത്ത് കൊണ്ടുവച്ചാണോ എന്നുള്ള നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സയന്റിഫിക്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരും. അസ്ഥികൂടത്തിന് 2 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസ്ഥികൾ എങ്ങനെ സ്യൂട്ട് കേസിലെത്തിയെന്നത് പോലീസ് അന്വേഷിക്കും. അരുൺരാജ്, 24 കൊല്ലം.